മുഖത്ത് എപ്പോഴും നല്ല ഒരു ഗ്ലോ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും ആ ഒരു ഗ്ലോ എപ്പോഴും വേണമെന്ന് വളരെയധികം ഇഷ്ടമായിരിക്കും. സോ നിങ്ങൾക്ക് അതുപോലെ എണ്ണമയമൊക്കെ മാറ്റി ഡെഡ് സെൽസ് ഒക്കെ മാറ്റി നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ എപ്പോഴും വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഒരിക്കലും മിസ്സാക്കരുത്. സോ അത്രമാത്രം അടിപൊളി റിസൾട്ട് തരുന്നതും നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതോടൊപ്പം ഇത് വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കാവുന്ന ഐറ്റംസാണ്. ഒരുവിധം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് കല്യാണം, ഫംഗ്ഷൻ, പാർട്ടി ഇതിന് മാത്രമല്ലല്ലോ, നമുക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പോലും നല്ല സെലിബ്രിറ്റീസിനെ കണ്ടിട്ടില്ല, അവരുടെ സ്കിന്നൊക്കെ എപ്പോഴും ഗ്ലോ ആയിരിക്കും. അതവർ വീട്ടിലിരിക്കുമ്പോഴും എപ്പോഴും നന്നായിട്ട് സ്കിന്ന് കെയർ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ അവർ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ഏറ്റവും നന്നായിട്ട് ഗ്ലോ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതോടൊപ്പം ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് ഓൾറെഡി ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് നന്നായിട്ട് ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പ് എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് കഴുകുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയണ്ടേ? ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഒരു 2 സ്പൂണോളം മുൾട്ടാണി മിട്ടി ഞാൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മതിയായിരിക്കും. മുഖത്ത് മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുക. ആ ഒരു ക്വാണ്ടിറ്റിക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. സോ 2 സ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ മുൾട്ടാണി മിട്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ എല്ലാ കടകളിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടത്തില്ല, നിങ്ങൾക്ക് ഷോപ്സിൽ അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. വളരെ അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത്. സോ നമുക്ക് മുൾട്ടാണി മിട്ടി എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് തേനാണ്. ഞാനിവിടെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ തേനാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. തേൻ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ് ആയിട്ടുള്ള ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ആ ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കിനൊപ്പം തേൻ യൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. മുൾട്ടാണി മിട്ടി നമ്മൾ യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. സ്കിന്നിന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനും ആ ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിനുള്ള നാച്ചുറൽ ഗ്ലോ തന്നെ നമുക്ക് മതിയാവുമല്ലോ ഡെയിലി ബേസിൽ. അത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ എന്തിനാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കത്തില്ല. ഇപ്പോൾ നമ്മൾ എക്സസ് ഓയിൽ റിമൂവ് ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. അല്ലാതെ മൊത്തം വരണ്ട് സ്കിൻ മരുഭൂമി പോലെ ആയിക്കഴിഞ്ഞാൽ കാണാൻ ഒട്ടും രസം ഉണ്ടാവത്തില്ല. ഒരു ഡൾനെസ് മുഖത്ത് ഫീലാകും. സോ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യാനും അതുപോലെ ഒരു ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പാലിൽ നന്നായിട്ട് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ നമ്മുടെ സ്കിന്നിന് ഒന്ന് നിറം വെപ്പിക്കാനായിട്ടും അതുപോലെ കരിമങ്ങലും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി, അത് നാച്ചുറൽ ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. സോ ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്വന്തം നാച്ചുറലായിട്ടുള്ള ആ ഒരു ഗ്ലോയിങ് സ്കിൻ ഉണ്ടല്ലോ, നമുക്ക് ഈ പൊടിയും അഴുക്കും വെയിലും ഒക്കെ കാരണം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ യഥാർത്ഥ സ്കിന്നിൻ്റെ ഗ്ലോ, അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ആയിട്ട്, നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ആയി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആക്കാൻ സഹായിക്കും. അനാവശ്യമായിട്ടുള്ള പാടുകൾ, പിഗ്മെൻറ്റേഷൻ, ഡ്രൈനെസ് ഇതൊക്കെയാണ് നമ്മുടെ ശരിക്കുള്ള നാച്ചുറലായിട്ടുള്ള ഭംഗി ഇല്ലാതാക്കുന്നത്. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകാം. അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സിവിയർ ആയിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ അതിന് നമ്മൾ ഡോക്ടറെ തന്നെ കാണണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. സോ ഞാനതെടുത്ത് പറയുന്നില്ല. ഓക്കെ, ഞാനിവിടെ പാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്കിൻ ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിറം എന്നതിലല്ല, അതായത് നമുക്കിപ്പം വെളുത്തവരാണോ കറുത്തവരാണോ എന്നൊന്നും അല്ല കേട്ടോ. ഈ അടുത്തായിട്ട് കുറേ കമൻസ് വരുന്നത് കണ്ട് നിങ്ങൾ ഓൾറെഡി ഫെയർ ആണല്ലോ, നിങ്ങൾ കറുത്ത ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കുമെന്ന്. ഞാനിനി എവിടെ അന്വേഷിച്ച് പോകാനാ കറുത്ത ആൾക്കാരെ?
എനിക്ക് വർക്കായ കാര്യങ്ങളാണ്, ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം ഫെയർനെസ് മാത്രമല്ലല്ലോ, നമ്മുടെ ശരിക്കുള്ള നാച്ചുറലായിട്ടുള്ള ഗ്ലോ ഒക്കെ നഷ്ടപ്പെട്ടു പോയാലും നമുക്കത് വീണ്ടെടുക്കണ്ടേ. ഈവൻ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള സ്കിൻ ടോൺ ആണെങ്കിൽ പോലും അതെന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഇന്ന് നമ്മളെല്ലാവരും ഫാൻസ് അല്ലേ. അങ്ങനെ ഒരു വേർതിരിവ് ആയിട്ട് സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. സോ നിങ്ങൾ ഏതൊരു സ്കിൻ ടോൺ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. എല്ലാ പാക്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിപ്പം വെളുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിറമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കൊന്നും അല്ല. കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് അഡ്രസ്സ് കൂടിയില്ലായിരുന്നു. അത്രയും ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. കാര്യം ഡാർക്ക് സ്കിൻ ആയാലും വൈറ്റ് സ്കിൻ ആയാലും നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കേണ്ട ആ ഒരു നീഡ് എല്ലാവർക്കും ഉള്ളതല്ലേ, അതെല്ലാവരുടെയും ആഗ്രഹമായിരിക്കില്ലേ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. സോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ ഇത്. അല്ലാതെ നമുക്ക് ഒരു പ്രത്യേക സ്കിൻ ടോണിന് മാത്രമുള്ള പാക്കൊന്നുമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ, ഡ്രൈനെസ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിലിനെസ് അതൊക്കെ കാരണമാണ് നമ്മുടെ ഫേസ് ഡള്ളായി തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ വരും. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പാൽ ആർക്കെങ്കിലും അലർജിയാണ്, സെറ്റ് ആവത്തില്ല എന്നാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് തൈരാണ്. തൈര് യൂസ് ചെയ്യുക. ഒരുപാട് സൺ ടാൻ ഉള്ളവരാണെങ്കിൽ പോലും തൈര് യൂസ് ചെയ്താൽ മതി കേട്ടോ. സൺ ടാൻ പെട്ടെന്ന് മാറ്റിത്തരും നമ്മുടെ തൈര്. നന്നായിട്ട് സ്കിൻ ഗ്ലോ ആകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങളുടെ സ്കിൻ ടോൺ ഏതോ ആയിക്കൊണ്ട് പോട്ടെ, നിങ്ങളൊന്ന് തൈരൊക്കെ ഒന്ന് മുഖത്തിട്ട് നോക്കൂ. തൈര്, കസ്തൂരി മഞ്ഞൾ, അതുപോലെ ഇപ്പോൾ മുൾട്ടാണി മിട്ടി, തേൻ, ഇതൊക്കെ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, കയ്യിൽ എന്താണോ ഉള്ളത് അതൊന്ന് ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ മാറ്റം. ഞാൻ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാറില്ല. ഒരുപാട് ഫെയർനെസ് ക്രീംസോ സിറംസോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ തന്നെ മതിയടാ നമുക്ക് നന്നായിട്ട് സ്കിൻ ഗ്ലോ ആവാനും നാച്ചുറലായിട്ടുള്ള ആ ഒരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. സോ നല്ലതായിട്ട് വർക്കാവുന്ന പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 15 മിനിറ്റ് വച്ചേക്കുക. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാക്ക്. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആണ്. ഇത് ഡ്രൈ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്കിത് സെറ്റ് ആവത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ചില സമയത്ത് ബാരിയർ റിപ്പയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ സെറാമൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ഇത് പ്രഗ്നൻസി ടൈമിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. അല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ പക്ക അടിപൊളി സാധനമാണ് കേട്ടോ അത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാനൊക്കെ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറയാനുണ്ട്. സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഫേസ് പാക്കാണ്. മിസ്സാക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ബൈ.